ഗൈസ്, വെൽക്കം ബാക്ക്. നമുക്കേ പേരെ കത്തുമ്പോൾ തന്നെ അങ്ങ് വാഴ വെട്ടിയാലോ? നമ്മൾ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത് അല്ലേ? ഞാൻ തേങ്ങയൊന്നുമല്ല പറയുന്നത്, കാര്യമാണ്. അതായത് ഒരു ഭാഗത്ത് കിടന്ന് ഈ ബിഷഫ് കുഡ് കില്ല് കിടന്നങ്ങ് കത്തിക്കുമ്പം ഇപ്പുറത്തെ ഭാഗത്ത് നമുക്കൊന്ന് പ്രണയിച്ചാലോ? എന്റെ ശബ്ദവും നിങ്ങളുടെ കണ്ണും കാതുമായിട്ടുള്ള ഒരു പ്രണയം. ഏയ്, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, ജസ്റ്റ് കിഡിങ്. ഈ പ്രണയം നമ്മൾ തമ്മിലല്ല, മറിച്ച് താരയും ഫെയിനും തമ്മിലാണ്. സോ ഞാൻ ഈ ഒരു സീരീസിലേക്ക് എത്തിയ കാര്യം ഞാൻ പറയാം. അതായത് ഈ വിഷസ് കുഡ് കില്ല് കണ്ട് കഴിയുമ്പോഴത്തേനും എന്തായാലും സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ കെ ഡ്രാമാസിൻ്റെയും സി ഡ്രാമാസിൻ്റെയും ഒന്നും ഭാഗത്തോട്ട് പോയില്ല, കാരണം ഒരു ചേഞ്ചിന് വേണ്ടി. പിന്നെ ഞാൻ പോയി ടർക്കിഷ് ഡ്രാമാസ് നോക്കി. അവിടെ നോക്കിയപ്പോഴത്തേനും അറഫ്തയാണ്. അറഫ്ത നമുക്ക് എല്ലാവർക്കും കാണാതെ തന്നെ കഥയറിയാം. അതുപോലത്തെ റീൽസും ഷോർട്സുമായിട്ട് സ്പോയിലേഴ്സ് ഇങ്ങനെ ഒഴുകി നടക്കുവാണ്. പിന്നെ നോക്കി നോക്കി വന്നപ്പോഴാണ് നമ്മുടെ ഇന്ത്യക്കാര്, അതായത് എസ്പെഷ്യൽ ആയിട്ട് പറയുവാണെങ്കിൽ തമിഴ്സ്, അവരുടെ തന്നെ ഒരു വെബ് സീരീസ് ഞാൻ കണ്ടത്. നല്ല അടിപൊളി വെബ് സീരീസ് ആണ്, നല്ല സ്റ്റോറി. അതുപോലെ തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ 2-3 എപ്പിസോഡ് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു റിവ്യൂ പറയുന്നത്. സോ അതുകൊണ്ട് അത് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നമ്മുടെ ഈ ഒരു സീരീസിന്റെ പേരാണ് മസ്റ്റ് ഡേറ്റ് ദ പ്ലേ ബോയ്. ഈ നെയിമിൽ തന്നെ പറയുന്നുണ്ട്, പ്ലേ ബോയ് ഉണ്ട്, ഡേറ്റിംഗ് ഉണ്ട്. സോ നമ്മുടെ കഥാനായിക നേരെ ഓപ്പോസിറ്റ്, അതായത് നായകന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള കഥാനായികയ്ക്ക് ഈ പ്ലേ ബോയ് ആയിട്ടുള്ള നായകനെ ഡേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. എന്തായിരിക്കും അവസ്ഥ? ഇതൊക്കെ നമുക്ക് ഈ സീരീസിലൂടെ കാണാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ താരയാണ്. താരയുടെ പേരെന്താന്ന് വെച്ചാൽ, അതായത് ഫുൾ നെയിം വൈഷ്ണവി താര പ്രിയദർശൻ എന്നാണ്. അപ്പൊ താര കാണിക്കുന്നുണ്ട്, താര അവരുടെ അവള് പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ്. ഈ പോകുന്നതിനിടയ്ക്ക് തന്നെ ഇവള് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ നമ്മളോടായിട്ട്. അതായത് ഈ ഒരു യൂണിവേഴ്സിറ്റി സിംഗപ്പൂരിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരെല്ലാവരും അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ഫാമിലീസിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആണ്. അതുപോലെ തന്നെ ഈ താരയെക്കുറിച്ച് അവൾ തന്നെ പറയുന്നുണ്ട്, അവൾ ഭയങ്കരമായിട്ട് പഴഞ്ചൻ മൈൻഡുള്ള ഒരാളാണ്. അതായത് അവൾക്ക് ഇന്നത്തെ കാലത്തെ ജെൻസി വേർഡ്സ് ഒന്നും മനസ്സിലാവില്ല എന്ന്. അത് സത്യമാട്ടോ, ജെൻസി ആയിട്ട് പോലും ചില ജെൻസി വേർഡ്സ് ഒന്നും എനിക്ക് മനസ്സിലാവത്തില്ല. സോ അവള് പറയുന്നുണ്ട്, ഇക്കാലത്ത് പ്രേമം എന്നൊക്കെ പറയുവാണെങ്കിൽ ഒരാളെ കിട്ടുമ്പോ അങ്ങനെ, മറ്റൊരാളെ കിട്ടുമ്പോ ഇങ്ങനെ, ആ ഒരു രീതിയിൽ ഒരു തട്ടിക്കൂട്ട് കാര്യമാണെന്നാണ്. അവൾ അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, ലവിനും അവർക്ക് തമ്മിൽ വലിയൊരു ഡിസ്റ്റൻസ് ഉണ്ടെന്ന്. പിന്നീട് ഇവള് പറയുന്നുണ്ട്, കൊറോണയ്ക്ക് ശേഷം ആളുകൾ കൂടുതൽ സെൽഫ് സെന്റേർഡ് ആയിട്ടെന്ന് അവൾ ഓർക്കുന്നുണ്ട്. കാരണം അവൾ പറയുന്നത് ഒരുപക്ഷെ ഇതൊരു സെൽഫ് ലവ് ആയിരിക്കുമെന്ന്. പിന്നീട് ഇവള് ഒരു ബുക്ക് വോമാണ്, ഒരു പഠിപ്പിസ്റ്റാണ്. അതായത് ഈ ഒരു ഓവർ ആയിട്ടുള്ള എൻജോയ്മെന്റിനോ അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും നമ്മുടെ താരയ്ക്ക് താല്പര്യമില്ല. ഇനി നമ്മുടെ സെക്കൻഡ് ക്യാരക്ടർ വരുവാണ്. സെക്കൻഡ് ക്യാരക്ടർ മറ്റാരുമല്ല, നമ്മുടെ താരയുടെ ബെസ്റ്റ് ഫ്രണ്ടായ കൗശിയാണ്, കൗശിക സുബ്രഹ്മണ്യം. ഇവളെ കുറിച്ച് പറയുവാണെങ്കിൽ ഇവളൊരു റിനൗണ്ട് ആയിട്ടുള്ള ഫാഷൻ ഡിസൈനറുടെ മകളാണ്. ഇവളാണെങ്കിൽ ആ കോളേജിൽ ഭയങ്കര പോപ്പുലർ ആണ്. അതായത് കോളേജിലെ മുഴുവൻ ആമ്പിള്ളേർക്കും ഇവളെ ഡേറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. മറ്റുള്ള പെൺകുട്ടികളായിക്കോട്ടെ, എല്ലാവർക്കും കൗശിക എങ്ങനെ ഡ്രസ് ചെയ്യുന്നു, കൗശി എന്ത് ചെയ്യുന്നു, ആ രീതിയിൽ തന്നെ ചെയ്യാനായിട്ടാണ് അവർക്കും ഇഷ്ടം. ഇവരുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് ബെയ്ഷോർ യൂണിവേഴ്സിറ്റി എന്നാണ്. ആ ബെയ്ഷോർ യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഏറ്റവും ഹോട്ടസ്റ്റ് ഗേൾ ആണ് നമ്മുടെ കൗശി. സോ കൗശിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയ നമ്മുടെ താരയും അങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണ് ആളുകൾ പറയുന്നത്. പക്ഷെ താരയാകട്ടെ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഗേൾ ആണ്. അവളാണെങ്കിൽ നമ്മുടെ കൗശിയോട് വളരെ പ്രൊട്ടക്റ്റീവുമാണ്. ഇനി ഇവരെങ്ങനെയാണ് ബെസ്റ്റ് ഫ്രണ്ട് ആയെന്ന് കാണിക്കുവാണ്. അതായത് പണ്ടൊരിക്കല് നമ്മുടെ കഥാനായികയായ താരയെ കുറെ ആളുകൾ ചേർന്ന് ബുള്ളി ചെയ്തപ്പോഴത്തേനും ഇതിൽ ഇടപെടുന്ന ആളാണ് കൗശി. കൗശിയോട് പവർ വയ്ക്കുന്നുണ്ട്, നീ ആരാടി ഇവിടെ കാര്യത്തിൽ കയറി ഇടപെടാന്ന്. അപ്പൊ അവന്മാർക്കട്ട ഒറ്റ ഒരെണ്ണം വെച്ച് ഇവിടെ കൊടുക്കുവാണ്. അത് പിന്നെയാണ് ഇവർ രണ്ടുപേരും ഇത്ര ക്ലോസ് ആവുന്നത്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്താൽ നമ്മൾ കാണുന്നത് കൗശിയും താരയിരുന്ന് സംസാരിക്കുന്നതാണ്. കൗശി വളരെ ഹാപ്പിയാണ്. താര ചോദിക്കുന്നുണ്ട്, നീ എന്താടി ഇന്ന് പതിവില്ലാതെ വളരെ ഹാപ്പി ആയിട്ട് കാണപ്പെടുന്നതെന്ന്. അപ്പൊ നമ്മുടെ കൗശി പറയുന്നുണ്ട്, അത് മറ്റൊന്നുമല്ല, ഗൗതം ഇന്നെ അവന്റെ കൂടെ ലഞ്ചിന് വിളിച്ചെന്ന്. സോ ക്ലാസ് കട്ട് ചെയ്ത് ഞാൻ ലഞ്ചിന് പോവാന്ന്. ഇത് കേൾക്കുന്ന താരയുടെ ഫേസ് ആകെ മാറുന്നുണ്ട് കേട്ടോ. കുശുമ്പോണ്ടൊന്നുമല്ല, പക്ഷെ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഒരു ചെറുക്കൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നൊന്നും താരക്ക് അങ്ങനെ ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പൊ കൗശി പറയുന്നുണ്ട്, അവൻ എന്നെ വിളിച്ചു, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ താര പറയുന്നുണ്ട്, അതായത് ഗൗതം എന്ന് പറയുവാണെങ്കിൽ ഒരു മോഡലും ആക്ടറുമാണ്. അവൻ എപ്പോഴും കൗശി ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ താരയ്ക്കും അവനോട് വലിയ കുഴപ്പമൊന്നുമില്ല. താരയുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുവാണെങ്കിൽ കൗശി എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. പക്ഷെ കൗശിക്ക് ഒരുപാട് ബ്രേക്കപ്പുകളും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. കൗശികയെ ഒരു സിസ്റ്ററിനെ പോലെ തന്നെ കാണുന്നതുകൊണ്ട് തന്നെ നമ്മുടെ താരയ്ക്ക് അത് വലിയ വിഷമമാണ്. സോ അവളെ ആരാലും ഹേർട്ട് ചെയ്യപ്പെടരുതെന്നാണ് ഈ നമ്മുടെ താരയുടെ ആഗ്രഹം. പിന്നീട് അവിടേക്ക് നിതിൻ വരുന്നുണ്ട്.
നിതിനെ കുറിച്ച് പറയുവാണെങ്കിൽ നിതിനെ സംബന്ധിച്ച് നിതിന്റെ ക്രഷ് നമ്മുടെ കൗശിയാണ്. പക്ഷെ നമ്മുടെ താരയ്ക്ക് നിതിനോട് അടങ്ങാത്തൊരു ക്രഷ് ഉണ്ട്. പക്ഷെ താര ഇത് അവനോട് പറയുന്നില്ല, കാരണം അവൻ ഓൾറെഡി കൗശിയെ ഇഷ്ടമാണെന്ന് താരയ്ക്കറിയാം. നിതിനെ കുറിച്ച് പറയുവാണെങ്കിൽ നിതിൻ രണ്ട് ന്യൂറോ സർജൻസിന്റെ മകനാണ്. അവരുടെ ആ ഒരു ക്ലിനിക്ക് ഈ ഒരു ലോകം മൊത്തം ഉണ്ടെന്ന് നമ്മുടെ താര പറയുന്നുണ്ട്. ഇനി ഇവര് സംസാരിക്കുന്ന കണ്ട നിതിൻ ഇവരോട് ചോദിക്കുന്നുണ്ട്, അല്ല രണ്ടുപേരും കൂടി എന്താണ് ഈ പറയുന്നത്, എനിക്കും കേൾക്കാവോ? അപ്പം നമ്മുടെ താര അറിയാതെ പെട്ടെന്ന് ചാടിക്കറി പറയുന്നുണ്ട്, ആ ഇവള് അതായത് കൗശി ഇന്ന് ഗൗതത്തിന്റെ കൂടെ ഒന്ന് ലഞ്ചിന് പോകുന്ന കാര്യമായിരുന്നു പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന നിതിന്റെ ഫേസ് ആകെ മാറുന്നുണ്ട്. നമ്മുടെ താരയും അയ്യോ പറയണ്ടായിരുന്നല്ലോ, ഇവൻ ഓൾറെഡി ഇവളെ ഇഷ്ടമല്ലേ, ഈ ഒരു രീതിയിലാവുന്നുണ്ട്. പിന്നീട് നമ്മുടെ നിതിനോട് കൗശി പറയുന്നുണ്ട്, നിതിനെ ഞാൻ ഇന്ന് ലഞ്ചിന് പോകും, സോ അതുകൊണ്ട് തന്നെ നീ ഇപ്പൊ താരയുടെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുക, പിന്നെ ഇവളെ ഡ്രോപ്പ് ചെയ്യുന്ന കാര്യം നീ മറക്കല്ലെന്ന്. എന്നിട്ട് കൗശി അവിടുന്ന് പോവാണ്. കൗശി പോകുന്ന സമയത്ത് നമ്മുടെ നിതിന് ഈ താരയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് മോം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരേണ്ട, ഇങ്ങനെ അവളെ കളിയാക്കുന്ന രീതി ചോദിക്കുന്നുണ്ട്, ജസ്റ്റ് ലൈക്ക് ദ ഫ്രണ്ട്ഷിപ്പ്. സോ നമ്മുടെ താര പറയുന്നുണ്ട്, എടാ ചുമ്മാ അടങ്ങിയിരിക്കും. എന്നിട്ട് താരയോട് നിതിൻ പറയുന്നുണ്ട്, എനിക്കൊരു അത്യാവശ്യപ്പെട്ട കാര്യം നിന്നോട് പറയാനുണ്ടെന്ന്. അപ്പൊ താര ചോദിക്കുന്നു, എന്താണ് എന്നോട് പറയാനുള്ളത്? ഇത് കേൾക്കുന്ന നിതിൻ പറയുന്നുണ്ട്, അതായത് കൗശിയുടെ മുന്നുള്ള ബ്രേക്കപ്സ് ഒക്കെ ഇല്ലേ, അതിന്റെയൊക്കെ കാരണം ഞാൻ കണ്ടെത്തിയിട്ടു. പക്ഷെ നീ എനിക്കൊരു പ്രോമിസ് തരണം, അതായത് നീ ഇതിനെക്കുറിച്ച് ആരോടും ചോദിക്കാൻ നിൽക്കില്ലെന്ന്. അപ്പൊ താര പറയുന്നു, ഇല്ല നീ കാര്യം പറ. അവള് ഭയങ്കര ക്യൂരിയസ് ആവുകയാണ്. അപ്പം ഇവൻ പറയുവാണ്, ഇതിനൊക്കെ കാരണം ഒരാളാണ്. അപ്പൊ താര ചോദിക്കുന്നു, ആരാണ്? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ പറയില്ല, പക്ഷെ അവൻ ഈ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഏറ്റവും തരികിട പരിപാടിക്ക് അറിയപ്പെടുന്ന ഒരുത്തനാണ്. അവനാണ് ഈ ലോകത്ത് തന്നെ ഏറ്റവും ബാഡ് പേഴ്സൺ എന്നാണ് ഈ യൂണിവേഴ്സിറ്റിയിലെ പലരും പറയുന്നത്. അതായത് അവനൊരു പക്ക തോന്നിവാസിയും തരികിടയുമാണ്. അപ്പൊ താര ഇങ്ങോട്ട് ഇവൻ പറയാതെ തന്നെ ചോദിക്കുന്നുണ്ട്, ഏത് ആ സെയിൻ ആണോ എന്ന്. അപ്പൊ ഇവൻ പറയുന്നുണ്ട്, ആ അതങ്ങനെ നിനക്ക് മനസ്സിലായി, സെയിൻ തന്നെയാണെന്ന്. അതായത് സെയിൻ ആണ് നമ്മുടെ കൗശിയുടെ ഈ ബ്രേക്കപ്സിനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കാരണം. ഇവൻ ഒപ്പിക്കുന്ന പരിപാടിയാണ് കേട്ടോ അതെല്ലാം. അതായത് നമ്മുടെ താരയോട് നിതിൻ പറയുന്നുണ്ട്, നിതിനും കൗശിയും അതുപോലെ തന്നെ സെയിനും ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പക്ഷേ നമ്മുടെ നിതിനും അതുപോലെ തന്നെ സെയിനും ഈ കൗശിയോട് ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിരുന്നു. പക്ഷെ സെയിന ഓവർ പ്രൊട്ടക്റ്റീവ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോഴത്തേനുമാണ് ഇവര് അവനുമായിട്ടുള്ള ആ ഒരു ബോണ്ടൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞത്. അതിൽ പിന്നെ ഇവന്റെ സ്ഥിരം പരിപാടി ഇതായി. ഇത് ഇവൻ എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ, നമ്മുടെ കൗശിയുമായിട്ട് നേരത്തെ റിലേഷൻഷിപ്പിലായിരുന്ന ഹരീഷ് എന്ന് പറയുന്ന ഒരാളാണ് ഇവനോട് പറഞ്ഞത്. അതായത് നമ്മുടെ സെയിന്റെ അച്ഛനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഈ ലോകത്ത് എന്തൊക്കെ ബിസിനസ് ഒക്കെ ഉണ്ടോ അത്രയും ബിസിനസ് അയാൾക്കുണ്ട്. അതായത് സിംഗപ്പൂരിലെ തന്നെ ഏറ്റവും വെൽത്ത് ഉള്ള ഒരാളാണ് അയാള്. നമ്മുടെ സെയിന്റെ അച്ഛനും അതുപോലെ തന്നെ ഈ ഹരീഷിന്റെ അച്ഛനും എന്തോ ബിസിനസ് പരമായ എന്തോ ബന്ധം ഉണ്ടായിരുന്നു. സോ നമ്മുടെ കൗശിയെ ഹരീഷ് ബ്രേക്കപ്പ് ചെയ്തില്ലെങ്കിൽ ആ ഒരു ഡീലിങ്സ് എല്ലാം ഇവർ ക്ലോസ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഹരീഷിനെ നമ്മുടെ കൗശിയുമായിട്ട് ബ്രേക്കപ്പിൽ എത്തിച്ചത്. ഇത് കേൾക്കുന്ന താരക്കാണെങ്കിൽ അങ്ങ് ചൊറിഞ്ഞു കയറുവാണ്. അവള് പറയുന്നുണ്ട്, അവനെ ഞാൻ അങ്ങനെ വിടത്തില്ല, അവനെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഇവൾ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. പോകുന്ന സമയത്ത് നിതിൻ അവളുടെ പുറകെ ചെന്നിട്ട് അവളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് അവൻ പറയുന്നു, നീ കണ്ണടച്ച് പിടിക്കാം. എന്നിട്ട് ഇവനെ 3, 2, 1 ഇങ്ങനെ പറഞ്ഞെണ്ണി ഇവളെ റിലാക്സ് ചെയ്യിക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ കഥാനായകൻ സെയിനിന്റെ എൻട്രി. ആ എൻട്രി തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. സോ ഇവന്റെ വരവൊക്കെ കണ്ടിട്ട് തന്നെ നമ്മുടെ താര ഇവനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. അതായത് നേരത്തെ പറഞ്ഞല്ലോ, ഇവന്റെ അച്ഛൻ ഈ ലോകത്ത് എന്തൊക്കെ ബിസിനസ്സുകളുണ്ടോ അതെല്ലാം ചെയ്യുന്നതാണ്. ഈ സിംഗപ്പൂരിലെ തന്നെ ഏറ്റവും വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ആളാണ് ഇവന്റെ അച്ഛൻ. സെയിനുമായിട്ട് താരക്കുള്ള ഇഷ്യൂ എന്തായിരിക്കും? അത് മറ്റൊന്നുമല്ല, അതായത് നമ്മുടെ താരയുടെ അച്ഛൻ ഹോട്ടൽ ബിസിനസ് ആണ് ചെയ്യുന്നത്. സെയിന്റെ അച്ഛനും അതിലൊരു കണ്ണുണ്ട്. സോ ഇവര് തമ്മിൽ എപ്പോഴും ബിസിനസ് പരമായ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. താര പറയുന്നത് താരയുടെ കമ്പനി, താരയുടെ അച്ഛന്റെ കമ്പനി തന്നെയാണ് ഏറ്റവും ഒന്നാമതെന്നാണ്. പിന്നീട് സെയിനെ കുറിച്ച് പറയുവാണെങ്കിൽ, അവൻ ഒരാഴ്ച മൊത്തം ഒരു പെൺകുട്ടിയെ ഡേറ്റ് ചെയ്യും. എന്നിട്ട് ഞായറാഴ്ച വൈകിട്ട് അവളെ കൂട്ടി ഒരു പാർട്ടിക്ക് പോകും. തിങ്കളാഴ്ച രാവിലെ അവളെ ബ്രേക്കപ്പ് ചെയ്ത് കളയും. പെണ്ണുങ്ങളൊക്കെ അവനെ അടിക്കാനായിട്ടാണ് ഇട്ടോടിക്കുന്നത്. ഇനി നിതിനെയും താരയും ഒരുമിച്ച് കാണുന്ന സെയിന് ആ കണ്ണാടിയുടെ ഇടയിലൂടെയൊക്കെ അവരെ ഒന്ന് നോക്കിയിട്ട് ഇവരുടെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്താ ഇവിടെ ഒരു ചുറ്റിക്കളി, ഇങ്ങനൊക്കെ രീതിയില്. താര പക്ഷെ അവിടെ നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാണ്. കാരണം ഇവക്ക് ഇവനെ കണ്ണെടുത്താൽ കാണൂല. സെയിൻ ഇത്രയൊക്കെ തരികടയാന്ന് പറഞ്ഞാലും കോളേജിലെ പെമ്പിള്ളാർക്ക് അവന് മേലൊരു കണ്ണുണ്ട് കേട്ടോ. ഇവിടുന്ന് സീൻ കട്ട് ചെയ്ത് നമ്മൾ കാണുന്നത് ക്ലാസ് കഴിഞ്ഞ് പുറത്തോട്ട് പോകുന്ന താരയും അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെയുമാണ്. അപ്പൊ താരയുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരുന്നുണ്ട്. നിതിന്റെ മെസ്സേജ് ആണ്. അതായത്, താര നിന്റെ ക്ലാസ് കഴിഞ്ഞു, നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് അവന് റിപ്ലൈ ഒക്കെ കൊടുക്കുന്ന താര മുന്നോട്ട് നടക്കുമ്പോൾ, അതായത് ലോക്കറിൽ അവിടെ സാധനമൊക്കെ വെച്ച് പൂട്ടിയിട്ട് മുന്നോട്ട് നടക്കുമ്പോഴത്തേനും പെട്ടെന്ന് ആരോ അവളെ പിടിച്ച് വലിച്ച് ഒരു സ്ഥലത്തോട്ട് എത്തിക്കുന്നുണ്ട്. ഇതാരാണ് ഇവളെ ഇത്രയും പെട്ടെന്ന് പിടിച്ച് വലിച്ചത്? അത് മറ്റാരുമല്ല, സെയിനാണ്. ഇവൾ ഇവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ തൊട്ടത്, നിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തോന്ന്. അപ്പം അവൻ അവളോട് പറയുന്നുണ്ട്, അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വെറുക്കുന്നത്?
നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാര്യം ശരിയാണ്. നിന്റെ അച്ഛന്റെ കമ്പനി 2ാം സ്ഥാനത്തും എന്റെ അച്ഛന്റെ കമ്പനി 1ാം സ്ഥാനത്തുമാണ്. അതിന് ഇത്രയും ഫീന്റെ ആവശ്യമുണ്ടോന്ന്. അപ്പൊ ഇവള് പറയുന്നുണ്ട്, ഹലോ, ഇത്തവണത്തെ ലിഫ്റ്റ് ഒന്നും കണ്ടില്ലേ, ഞങ്ങളുടെ കമ്പനിയാണ് 1ാം സ്ഥാനത്തെന്ന്. അപ്പൊ അവൻ പറയുന്നുണ്ട്, ആ, ഒരെണ്ണമല്ലേ ഉള്ളൂ. അപ്പൊ ഇവള് പറയുന്നുണ്ട്, കുറെ എണ്ണത്തിൽ കൈയിട്ട് 2-3 സ്ഥാനത്തിൽ നിൽക്കുന്നതിൽ നല്ലത് ഏതെങ്കിലും ഒരു കാര്യത്തില് 1ാം സ്ഥാനത്ത് നിൽക്കുന്നതാണെന്ന്. ഈ ഒരു ഡയലോഗ് ഇവനൊരു ഇമോഷണൽ ഡാമേജ് ആവുന്നുണ്ട്. എന്നിട്ട് ഇവനോട് ഐ ഹേറ്റ് യു എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഇവനങ്ങ് ചൊറിഞ്ഞു കയറി ഇവന്റെ അടുത്തോട്ട് വന്നിട്ട്, എന്താണ് നീ പറഞ്ഞത്, ഐ ഹേറ്റ് യു എന്നോ? അപ്പൊ ഇവള് പറയുന്നുണ്ട്, അതെ, ഐ ഹേറ്റ് യു എന്ന്. പിന്നെ ഇവളോട് കൂടുതലായിട്ട് അടുത്തടുത്ത് വരുമ്പം ഇവന്റെ കിണുങ്ങാമണി ചേർത്ത് ഇവളൊരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. പാവം സെയിന് നന്നായിട്ട് വേദനിച്ചെന്ന് തോന്നുന്നു. അവൻ അവിടെ നിന്ന് കഥകളി വരെ കളിക്കുന്നുണ്ട്. താരയുടെ മൂടാകെ പോയി. അവള് പെട്ടെന്ന് തന്നെ ഇതിനെ വെയിറ്റ് ചെയ്യാതെ ഒരു കാറിൽ കയറി അവളുടെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ പോകുമ്പോൾ ആ വീട്ടിലെ ജോലിക്കാരിയാന്ന് തോന്നുന്നു അവളോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇന്ന് പെട്ടെന്ന് വന്നതെന്ന്. അപ്പൊ അവള് പറയുന്നു, എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാട്ടോ ഞാൻ പെട്ടെന്ന് വന്നതെന്ന്. പിന്നെ അവൾ അവരോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് ചോക്ലേറ്റ് കുക്കീസ് ബേക്ക് ചെയ്ത് കൊണ്ട് തരാമെന്ന്. അപ്പൊ അവര് കൊണ്ട് തരാമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാൽ മുകളിലോട്ട് പോവാണ്. അപ്പൊ നമ്മുടെ ഈ വർക്കറിന് എന്തൊക്കെയോ ചെറിയൊരു പ്രശ്നം ഇവക്കുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവള് റൂമിലോട്ട് പോയിട്ടും ഇവളെ നിതിൻ വിളിക്കുവാണ്. നിതിൻ വിളിക്കുമ്പോഴത്തേനും ഇവള് പറയുന്നുണ്ട്, ഞാൻ നേരത്തെ വീട്ടിലോട്ട് വന്നു, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇവള് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. അത് മറ്റാരും കാരണമല്ല, സെയിം കാരണം തന്നെയാണ്. പിന്നെ ഇവള് കുളിച്ചോണ്ട് ബാത്ടബിൽ കിടക്കുമ്പോഴത്തേനും നമ്മുടെ കൗശിയുടെ കത്തുനിന്ന് ഒരു കോള് വരും. അപ്പൊ ഇവള് കൗശിയോട് ചോദിക്കുന്നുണ്ട്, കൗശി എല്ലാം ഓക്കെ അല്ലേന്ന്. അപ്പൊ അവള് പറയുന്നുണ്ട്, യെസ്, എല്ലാം ഓക്കെയാണ്, ഞാൻ ഗൗതത്തിന്റെ കൂടെ പുറത്താണ്, ഇത്തവണ എല്ലാം നന്നായിട്ട് പോകായിരിക്കുമല്ലേ എന്ന്. ഇത് കേൾക്കുന്ന താര അവളോട് യെസ്, എല്ലാം നന്നായിട്ട് പോകേണ്ടി എന്ന് പറഞ്ഞ് ആ കോള് വെക്കുവാണ്. കോള് വെച്ച് കഴിഞ്ഞും താര എന്തോ ആലോചിക്കുന്നുണ്ട്. അതായത് ഇവളുടെ എല്ലാ റിലേഷൻഷിപ്പും നശിപ്പിക്കുന്നത് മറ്റാരുമല്ല, സെയിനാണ്. സോ സെയിന് ഈ ഗൗതമായിട്ടുള്ള റിലേഷൻഷിപ്പും നശിപ്പിക്കുവോ? ഇതൊക്കെ നമുക്കറിയത്തില്ല. ഇതൊക്കെ ഇനി അടുത്ത എപ്പിസോഡിലെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. കാരണം 1ാമത്തെ എപ്പിസോഡ് ഇവിടെ കൊണ്ട് തീരുവാണ്. എങ്ങനെയുണ്ടായിരുന്നു ഡ്രാമ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതൊക്കെ ജസ്റ്റ് ഒരു ഫീൽ ഗുഡ്, ഒരു റൊമാൻറ്റിക് അങ്ങനത്തെ ഫീലൊക്കെ ഉള്ള ഒരു ഡ്രാമയാണ് അല്ലേ. എനിക്കിതിലും കൂടുതൽ ഇഷ്ടം ത്രില്ലർ ഡ്രാമാസ് തന്നെയാണ്. അതായത് നമ്മുടെ ഈ വിഷസ് കുഡ് കില്ല് പോലുള്ള. പിന്നെ എപ്പോഴും നമ്മൾ ഒരേ പാത്തിലൂടെ പോയാൽ ഒരു പ്രശ്നം ഉണ്ടാക്കും. നമ്മൾ ആ രീതിക്കായി പോകും. സോ എല്ലാം വേണം. ഇടയ്ക്ക് ഫീൽ ഗുഡ് കാണണം, ഇടയ്ക്ക് ത്രില്ലർ കാണണം, എല്ലാം കാണണം. എന്നാലേ നമുക്ക് ആ ഒരു വൈബ് കിട്ടത്തുള്ളൂ. സോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. അടുത്ത എപ്പിസോഡ് ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്തേക്കാം. സോ ഇതിന്റെ എപ്പിസോഡ്സ് നമുക്ക് എന്നും ഒന്നും ഇടാൻ കഴിയില്ല, കാരണം ഇപ്പോഴും റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നരാടമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ വിഷസ് കുഡ് കില്ല് കണ്ട് തീർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ്. സോ ടേക്ക് കെയർ, ബൈ ബൈ, കീപ് സപ്പോർട്ടിങ്, ടാറ്റാ, ബൈ ബൈ.